എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. യെസ്, അതാണ്. അപ്പൊ പുതിയൊരു ദിവസം പുതിയൊരു തുടക്കം. ഞാനും അമ്മൂട്ടി വീണ്ടും വന്നിരിക്കുകയാണ്. അമ്മൂട്ടി, എന്താണ് ഇന്നത്തെ പരിപാടി? പറഞ്ഞോളൂ. ഇയർപുള്ളിയും ബാസ് ടേസ്റ്റിംഗ് ചലഞ്ച്. യെസ്, ടേസ്റ്റിംഗ് ചലഞ്ചിന് ഇവിടെ കുറച്ചധികം സാധനങ്ങളുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന സാധനം ഇതല്ല, ഇതാണ്. ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ അവസാനം നമുക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? അതുപോലെ ഇന്ന് ഉപ്പ് തിന്നാൻ മാത്രമല്ല, നാരക തിന്നാലും മുളക് പൊടി തിന്നാലും വെള്ളം കുടിക്കാൻ ഒരാളും കൂടി ഉണ്ട് കേട്ടോ, നമ്മുടെ ഗാർഗി മോള്. ശരിക്കും ഇവിടെ എന്താണ് നടക്കുന്നത് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു അന്വേഷണത്തിലാണ്. എനിവേ, നമ്മുടെ ഇന്നത്തെ ചലഞ്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിടിലൻ ചലഞ്ചാണ്, ടേസ്റ്റിംഗ് ചലഞ്ചാണ്. മനസ്സിലായോ? നമ്മള് വീട്ടില് ഫുഡൊക്കെ നമ്മള് വീട്ടില് ഫുഡ് കഴിക്കത്തില്ലേ? ആ ഫുഡ് കഴിക്കുന്നത് പോലെ തന്നെ ഇന്ന് കുറച്ചധികം കൂട്ടി കഴിക്കുക. അതിന്റെ കൂടെ തന്നെ കിടിലൻ ഒരു ചലഞ്ച് കൂടെ നമ്മൾ ഇതിനകത്ത് വെക്കുന്നുണ്ട്. പക്ഷെ അതിനു മുന്നേ നമുക്ക് ഇന്ന് വന്നവരെല്ലാരെയും നമുക്ക് വെൽക്കം ചെയ്താലോ? അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണാൻ വേണ്ടി വന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഓക്കെ, അപ്പൊ അമ്മൂട്ടി എങ്ങനെയാന്ന് പറയാം, അതിന്റെ റൂള് കാര്യങ്ങളൊക്കെ പറയണ്ടേ? ആദ്യം നമുക്ക് എന്തൊക്കെയാ കാണിച്ചു കൊടുക്കാനുള്ളത് ഓരോന്ന് എടുത്തോളൂ. ഫസ്റ്റ് ഓഫ് ഓൾ വെള്ളം, കുരുമുളക് പൊടി ഉണ്ട് കേട്ടോ. അയ്യേ, അതെന്ത് പൊടിയാ? സത്യം പറ. കുരുമുളക് പൊടി. അയ്യേ, ഇതറിയാത്തവരാണോ വീഡിയോക്ക് വന്നത്? ഇതെന്ത് പൊടിയാന്ന് പോലും ഇവനറിയത്തില്ല. മുളക് പൊടി. കുരുമുളക് പൊടി. സോറി അതില്ല, അത് പോയി. മുളക് പൊടിയായിരുന്നു. നീ തന്നെ പരിചയപ്പെടുത്ത്. ഞാൻ വെറുതെ എന്തിനാ എക്സ്പ്രഷൻ ഇട്ട് ചാവുന്നത്? മുളക് പൊടിയുണ്ട്, നാരങ്ങ, ഉപ്പ്, വെള്ളം, പിന്നെ ബത്തക്ക ഇതിൽ ആവശ്യമില്ല. ഇതെല്ലാം തിന്നുമ്പോ മധുരിക്കാൻ വേണ്ടി ഇച്ചിരി കൊണ്ടുവന്ന് വെച്ചത് മാത്രം. അതെ. ഇനി വായിൽ തുപ്പൽ ഓടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തോർത്ത്, അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവസാനം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഇന്നത്തെ ചലഞ്ചിന്റെ ഒരു പ്രധാന കുറച്ച് കാര്യങ്ങളുണ്ട്, റൂൾസ്. അതായത് നമ്മൾക്ക് ടേസ്റ്റിംഗ് ചലഞ്ച് ആണല്ലോ. അപ്പം നമ്മൾ ഇതിനകത്ത് ഓരോന്നും ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ നീയും ടേസ്റ്റ് ചെയ്യും, ഞാൻ ഓൾറെഡി ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ്. നിങ്ങൾ കണ്ടാ മതി. ഓക്കെ, ശരി. അപ്പൊ ഇന്നത്തെ ടേസ്റ്റിന്റെ കുറച്ച് വ്യത്യാസമുണ്ട് മോളെ, അത് പറഞ്ഞുതരാം. അതായത് നിങ്ങളും കേട്ടോ, ഇവിടെ ഭയങ്കര കൺഫ്യൂഷൻ അടിച്ചിരിക്കുക ടേസ്റ്റിംഗ് ചലഞ്ച് എന്താന്ന് വെച്ചിട്ട്. അതായത് ഒരു നാരങ്ങ പീസ് എടുക്കുക, ഒരു നാരങ്ങ പീസ് വായിൽ വെക്കുക. ആ നാരങ്ങ പീസ് വായിൽ വെച്ചോണ്ടിരിക്കുമ്പോ തന്നെ ഞാനൊരു ഒന്നുമില്ല, ആ നാരങ്ങ പീസ് വായിൽ വെക്കുക മാത്രല്ല കടിക്കുക. എക്സ്പ്രഷൻ വിടാതെ തന്നെ ഒരു പാട്ട് പാടുക. ആ ഒരു പാട്ട് പാടുമ്പോഴത്തേന് എക്സ്പ്രഷൻ പോയിട്ടുണ്ട് എങ്കിൽ ഇയർപുള്ളിയും കിട്ടും. അതുപോലെ തന്നെയാണ് ഈ 3 സാധനവും. അപ്പം ഈ മുളക് പൊടി എത്ര ക്വാണ്ടിറ്റിയിൽ തരും എന്നുള്ളത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് വിചാരിക്കും. ഉപ്പ് എത്ര ക്വാണ്ടിറ്റിയിൽ തരും എന്നുള്ളത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് വിചാരിക്കും. വേണമെങ്കിൽ കുറച്ച് കൊടുക്കാം, വേണമെങ്കിൽ നല്ലോണം കൊടുക്കാം. അത് നമ്മുടെ മനസാക്ഷി പോലെ ഇരിക്കും. എനിക്കതില്ല. എനിവേ, നമ്മൾ തുടങ്ങാൻ വേണ്ടി പോവാണ്. അപ്പൊ നമ്മൾ തുടങ്ങാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പൊ ടേസ്റ്റിംഗ് ചാലഞ്ച് ഇന്ന് നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള ഈ ഒരു ആംബിയൻസ് നിന്നാണ് നമ്മുടെ ഇന്നത്തെ വ്ളോഗ് തുടങ്ങുന്നത്. അപ്പൊ നമ്മൾ ടേസ്റ്റിംഗ് ചാലഞ്ചിനുള്ള പരിപാടി തുടങ്ങിയാലോ? ആദ്യം ആരാണ് ഈ ഒരു ടാസ്ക് ഏറ്റെടുക്കുന്നത്? എന്റെ മോനെ, ഇത് വല്ലാത്തൊരു പല ചാലഞ്ചിന് ഞാനിങ്ങനെ പറഞ്ഞ് അവസാനം എന്താണ്, ഞാൻ ഇവിടെ അങ്ങോട്ട് ആ ഒരു ചാലഞ്ച് ഏറ്റെടുപ്പിക്കുകയാണ് ചെയ്യാറ്. ബട്ട് ഇന്ന് ഇവിടെ പെട്ടെന്ന് ബ്ലോക്ക് ആക്കി കളഞ്ഞേട്ടോ. അൺസൈക്കബിൾ. ഓക്കെ, ഫസ്റ്റ് നമ്മൾ തുടങ്ങാൻ വേണ്ടി പോവാണ്. അപ്പൊ ആദ്യം ഏതിന്ന് തുടങ്ങണമെന്ന് വേണ്ടെങ്കിൽ നിനക്ക് സെലക്ട് ചെയ്യാം കേട്ടോ. ആദ്യം മുളകിന്ന് തുടങ്ങാം. മുളക് പൊടിയോ? ഓ മൈ ഗോഡ്. ഏത് പാട്ടാ പാടണ്ടേ? സുഗമോ ദേവി എന്നുള്ള പാട്ടോ? ഓക്കെയാണോ? ഞാനപ്പം മുളക് പൊടി കൊടുക്കുകയാണ്. ഒരു സ്പൂണായോ? ഒരു സ്പൂണ് മുളക് പൊടിയോ? നാളെ രാവിലെ ഞാന് ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങുന്നതിന്റെ ഡൗട്ടാണ് കേട്ടോ. ഓ മൈ ഗോഡ്. കൊതി വരുന്നുണ്ടോ? ബാക്കി പാട്. മതി എന്നാ. ഓക്കെയാണോ? കരയുന്നു. എന്താണിത്? സുഗമോ ദേവി. പറ്റില്ല.
ഇത് പറ്റില്ല. വായിക്കാത്ത എന്റെ മുളക് പൊടി മൊത്തം പല്ലേല്. ഇതെന്തോ ചോരയോ? എന്നാ വെള്ളം കുടിച്ചോ? ഇതാ പറഞ്ഞ പറ്റില്ല. പാവം കരഞ്ഞു കേട്ടോ. കുറച്ച് പത്തൊക്കെ കഴിക്കാം. കരയുന്നു. സുഖമോദേ കഴിഞ്ഞു. എങ്ങനെയുണ്ട് സംഭവം? വിറയ്ക്കുന്നുണ്ട്. ആക്രാന്ത മൂത്ത് ആലോചിക്കാൻ കഴിയുന്നില്ലേ. മുളക് പൊടി നമ്മൾ ഫസ്റ്റ് ആണ് കേട്ടോ ട്രൈ ചെയ്യുന്നത്. കണ്ണീനും പൊന്നീച്ച പറഞ്ഞു കായ്. പറ്റുന്നില്ല. തരാം. ഞാനല്ലേ തരണ്ടേ? ഞാൻ തരട്ടെ? ഓൾറെഡി കരഞ്ഞോണ്ടിരിക്കുകയാണ്. ഇനി പാട്. സുഗമോദേവി 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 സുഗമോ. വല്ലാത്തൊരു സുഖമോദേവി. സുഖം ചോദിക്കലായിപ്പോയി. മോനെ ഇമാതിരി ഐറ്റം ഇവക്ക് നമുക്ക് കൊടുക്കാം. നാരങ്ങയാണ് കേട്ടോ. ഇവക്ക് ലാസ്റ്റ് ഇരുന്നാ മതി. എനിക്കെന്റെ മൂക്കിലൂടെയൊക്കെ തുമ്പാ വന്നിട്ടേ എൻ്റെ തള്ള. മറ്റേ നാരങ്ങച്ചാർ എന്നിട്ട് മറ്റേ പാട്ടിപ്പടയില് ദിലീപ് കാണിക്കുന്ന എക്സ്പ്രഷൻ ആ ജാതി എക്സ്പ്രഷൻ ആയിരുന്നു എൻ്റെ പോലെ. ശരിക്കും പറഞ്ഞാൽ ദിലീപ് എത്ര എഫേർട്ട് എടുത്തല്ലേ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോ. അതെ അതെ അതെ. ഇത് ഒറിജിനൽ അല്ലെങ്കിൽ മുളക് പൊടി ഉണ്ടോന്ന് അറിയത്തില്ല. പക്ഷെ ടീച്ചറിന് ഇപ്പം ശരിക്കും മുളക് പൊടിയിൽ ചെയ്യുമ്പോ. ഇത് കഴിച്ചോ? ഇത് കഴിക്കുക. എക്സ്പ്രഷൻ വിടാതെ. ഞാൻ ഈ നാരങ്ങയുടെ കുരു കാണട്ടെ. അതൊക്കെ പറഞ്ഞോ. എക്സ്പ്രഷൻ വിടാതെ പാടേണ്ട പാട്ടായെന്നറിയോ? ഏതാ? സിൻസിലാഹേ സിൻസിലേ സിൻസിലാഹേ സിൻസിലേ. ഇതെന്താ കൊതി വിടുന്നുണ്ടാ? ഇല്ല, കടിച്ചിട്ടോ. ഓക്കെ ആണോ? കടിച്ച് തിന്നിട്ട് പാട്ട് പാടണം. എക്സ്പ്രഷൻ വിടാതെ പാട്ട് പാട്. സിൽസില ഹേ സിൽസില സിൽസില ഹേ സിൽസില സിൽസില ഹേ സിൽസില സിൽസില ഹേ സിൽസില. എന്റെ കൂടെ പാടുന്നു. സിൽസില ഹേ സിൽസില. എന്റെ കൂടെ പാടുന്നു. സിൽസില ഹേ സിൽസില. കൂടെ പാടുന്നു. സിൽസില ഹേ സിൽസില. ഇതെന്ത് കഥ? ഞാൻ വിചാരിച്ചില്ലല്ലോ. മതി 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 മതി. ഓവർ ആക്ടിങ് പാടില്ല. ഞാനേ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇവിടെ പിടിക്കൂന്നാ വിചാരിച്ചത്. അവിടെയും എന്റെ പ്രതീക്ഷകൾ തച്ചുപോയി. ഇതിപ്പോ കയ്യില് മുഴുവൻ മുളകായിട്ട് കണ്ണിൽ തൂക്കാനും പറ്റുന്നില്ലല്ലോ. ദൈവം കണ്ണു നേരിട്ട് കഴിയുന്നില്ലല്ലോ. ഓ മോനെ. അപ്പൊ എനിക്ക് തന്നെ ഞാൻ ടിൻഷനും കൊടുക്കാം കേട്ടോ. പാട്ടെന്താ? പാലും പഴവും കൈകളിലേന്തി. അത് ഞാൻ നാരങ്ങ കൊടുക്കാണ്. ഇതല്ലേ എനിക്ക് ഫ്രണ്ടിൽ പോയിരുന്നു നോക്കണം. പാലും പഴവും കൈകളിൽ എന്തിയ എന്തോന്നിത്? അയ്യോ അയ്യോ. ഇപ്പൊ തിലകനെടുക്ക. എടാ എന്തോ ഇപ്പൊ നിങ്ങൾ കാണുന്നത് മിമിക്രി. ദൈവമേ, നാളത്തെ എന്റെ അവസ്ഥ. മുളക് പൊടി എല്ലാം കൂടെ. ടീച്ചറ് സത്യം പറഞ്ഞ മുളകും പറ്റത്തില്ല, പുളിയും പറ്റത്തില്ല. ഒറ്റ കടിക്ക് തൊണ്ടയിലുള്ള പുളിനീരെല്ലാം കൂടെ പോയി. മൂക്കിക്കൂടെ ഒക്കെ വെള്ളം ഇറങ്ങി. കൈ ഈ കണ്ടന്റ് ആരാ കൊണ്ടുവന്ന? ടീച്ചർ. അപ്പൊ അനുഭവിച്ചോളൂ. ഓ, ഈ മുളക് പൊടിയൊക്കെ എടുത്തിട്ട് കണ്ണി തൂത്ത് കണ്ണും നേർന്ന് മൂക്കും നേർന്ന്. ഓക്കെ, അപ്പൊ നാരങ്ങയും പറ്റത്തില്ല. ഓക്കെ, പാവം. പാലും പഴവും കൈകളിലേന്തി, പാലും പഴവും കൈകളിലേന്തി, പാലും പഴവും കൈകളിലേന്തി. ഓക്കെ, അങ്ങനെ ടീച്ചർ രണ്ടാമതും തോറ്റിരിക്കുകയാണെങ്കിൽ ഉപ്പ് ക്വാണ്ടിറ്റിയിൽ തരുന്നോ? അയ്യോ, അത്രയും ക്വാണ്ടിറ്റി വേണ്ട. അപ്പൊ ദാ ഇവക്ക് കൊടുക്കാൻ വേണ്ടി പോണ കേട്ടോ. ഇവക്കുള്ള പോട്ടാന്നറിയോ? സാറേ സാറേ സാമ്പാറ് സാറിനെ വേണ്ടി കല്യാണം. ഓക്കെ, നല്ല ടൈം. സാറേ സാറേ സാമ്പാറേ പാട്.
തീർന്നു അമ്മൂട്ടിയുടെ കാര്യം അവസാനിച്ച്. എങ്ങനെയുണ്ട് അമ്മൂട്ടി? ഉപ്പ് തിന്നാൻ പറ്റില്ല. ഇതാ അമ്മൂട്ടി ഉപ്പ് വെള്ളം കുടിക്കുന്നത് പറഞ്ഞത്. വെള്ളം കുടിച്ചോ. അമ്മൂട്ടിയുടെ അവസ്ഥയും ഇങ്ങനെയായി. എങ്ങനെയുണ്ട് അമ്മൂട്ടി? വളരെ നല്ല. എന്തായാലും തണ്ണിമത്തം റെഡിയാക്കി വെച്ചത് കാര്യമായില്ലേ. ഇവള് വിചാരിച്ച് ഇതൊക്കെ വളരെ ഈസി ഉള്ള പരിപാടിയാണെന്നാണ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. നമുക്ക് ടേസ്റ്റിംഗ് ചലഞ്ച് എന്നൊക്കെ പറയുമ്പോഴത്തേന് ഹലോ നീ ഇത് ഫുള്ള് തിന്നു തീർക്കണോ? ഒരാളെ ടേസ്റ്റിംഗ് ചലഞ്ച് എന്നൊക്കെ പറഞ്ഞപ്പോഴേ നമുക്ക് ടേസ്റ്റിംഗ് ചലഞ്ച് ചെയ്യാം. അപ്പൊ ഇവള് വിചാരിച്ചു ഏതാ നൂഡിൽസ് ഒക്കെ ഞാനല്ലേ അതെ നാരങ്ങേര് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ അടുത്തത് എന്റെ ലാസ്റ്റ് ദൈവമേ രക്ഷപ്പെട്ട്. ഏതാ പാട്ടേതാ? സാറേ സാമ്പാർ. ഉപ്പ് ടിഞ്ച ഇതുവരെയും ടേസ്റ്റ് ചെയ്തിട്ടില്ല ഒരു ഗെയിമിൽ പോലും. ഇല്ല. അപ്പൊ ഇന്നതാ കുറച്ചല്ലേ ഉള്ളൂ. വാരണ്ട് കൂട്ടി അടിക്കാൻ പറ്റൂല കേട്ടോ. കൂട്ടി അടക്കാൻ പറ്റൂല കേട്ടോ. ഇതാണ് ഉപ്പ് എന്തൊക്കെയാന്നില്ല. ഞാനേ മുളക് തിന്നപ്പോ പോലും ഇത്രയും ബുദ്ധിമുട്ടില്ലായിരുന്നു കേട്ടോ. ഉപ്പാണോ ബുദ്ധിമുട്ട്? എല്ലാം ബുദ്ധിമുട്ടാണ് ഗൈസ്. നമുക്ക് മുളക് അഡ്ജസ്റ്റെങ്കിലും ചെയ്യാം. കുറച്ച് നേരം ഉപ്പ് ഒരു ആവശ്യം പറ്റൂല. ഉപ്പ് ഇങ്ങനെ അടച്ച് വായ അടക്കാൻ പോലും പറ്റൂല കേട്ടോ. ഉപ്പ് ഭയങ്കര ഒന്നും കൂടെ ഇതാണ്. നേരത്തെ പനിഷ്മെന്റ് തന്നില്ല അല്ലേ? ഇല്ലില്ല ഇവക്ക് കിട്ടില്ല കേട്ടോ. സാമ്പാർ പാടിക്കോ. സാറിന്റെ വീട്ടിൽ കല്യാണം. പൂച്ചേരി പച്ചരി. അപ്പൊ കഴിച്ചാലോ? പാട്ട് ചെയ്ത് കൊടുക്കണം. മുളക് പൊടി കഴിക്കുമ്പത്തേന് അയല വറുത്തതുണ്ട്, കരിമീൻ പൊരിച്ചതുണ്ട്. ഇതാണ് കേട്ടോ അമ്മക്കുട്ടിയുടെ പാട്ട്. ഇവിടെ എനിക്ക് മുളക് പൊടി തന്നതുണ്ടല്ലോ 1.5 തരലായിരുന്നു കേട്ടോ. എന്ത് എന്നാ ഞാനിതൊക്കെ ചെയ്തതല്ലേ. നിന്റെ വായി ഇതെല്ലാം കണ്ടപ്പോ എനിക്ക് പേടിയായി. ഇല്ല കുറച്ച് വെച്ചാൽ മതി. എന്നിട്ട് പരിപാടി എന്നാ ഇത് മതിയോ? ഓക്കെ അയില വറുത്തതുണ്ട്, കരിമീൻ പൊരിച്ചതുണ്ട്. എന്നാ ഒരു കാരണവശാലും ഞാൻ പറയാം, കണ്ണ് ഒന്നും തൂക്കരുത് കേട്ടോ. വാ വിളിക്ക് ഓക്കെ പാട്ട്. എന്താ പറ്റി തലതുറകെ കേറിയാ? പറ്റുന്നില്ലേ? സീനായോ? മതി തണ്ണി മാത്രം എടുത്ത് കഴിക്കേ. ഓക്കെ ആണോ? നല്ലോണം കഴിച്ചു. ഞാൻ അനുഭവിച്ചതാ. അതാ എനിക്ക് നന്നായിട്ട് അറിയാം. കണ്ണിക്കൂടെ പൊന്നിച്ച പറഞ്ഞില്ലേ? അവിടെ തൂക്കരുത്. ഒരു കാരണവശാലും കുളിക്കരുത്. കഴിച്ചു നന്നായിട്ട് കഴിച്ചു. ടേസ്റ്റിംഗ് ചലഞ്ച് അടിപൊളിയായി. ഇതായി വെള്ളം കുടിച്ചോ. കണ്ണിന്റെ നാട്ടിലൊന്നും കഴിക്കും. അപ്പൊ നമുക്ക് അവസാനിപ്പിച്ചാലോ വീഡിയോ? ആദ്യം തന്നെ അമ്മൂട്ടിയായിരിക്കേ നമ്മുടെ മുളക് പൊടി തന്നപ്പോഴത്തേന് അമ്മൂട്ടി വിചാരിച്ചില്ലേ ഇതിന് ഇത്രത്തോളം എഫക്ട് ഉണ്ടാവുന്നത്. ഹൗ ടു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഈ സാധനം എന്റെ കണ്ണിലും കയ്യിലും എല്ലാം വീണു. അപ്പൊ കൈയും കണ്ണും എല്ലാം അങ്ങ് നീറിട്ട് എന്റെ പോലെ രക്ഷയില്ലായിരുന്നു കേട്ടോ. എനിവേ നമ്മുടെ ടേസ്റ്റിംഗ് ചലഞ്ച് അവസാനിക്കുകയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ടുള്ള ഇയർ പുള്ളിങ് ചെറുതായിട്ടേ കൊടുക്കുന്നുള്ളൂ. കാരണം അത്രയ്ക്കും അതിന്റെ ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്കറിയാം. എനിവേ നമ്മുടെ ടേസ്റ്റിംഗ് ചലഞ്ച് അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ലൈക്ക് ചെയ്തിട്ട് പോവാ, കമന്റ് ചെയ്തിട്ട് പോവാ, ചാനൽ മറക്കാതെ ചെയ്തിട്ട് പോവാ, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് എല്ലാവർക്കും വീണ്ടും കാണുന്നവരെ ബൈ.